ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു വ്യക്തിയാണോ മനസ്സിൽ ചിന്തിക്കുന്നത്, ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പ് ബന്ധം തരുമോ, നിങ്ങളിലേക്ക് ആ വ്യക്തി തിരിച്ചു വരുമോ, നോൺ കോൺടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി 2 പൈൽ ഇവിടെ വയ്ക്കും. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം 3 തവണ ശ്വാസം വലിച്ച് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈൽ, ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ടാമതായി ഈ ഒരു പൈലാണ്. അപ്പം ഒന്നാമത്തെ പൈൽ, രണ്ടാമത്തെ പൈൽ. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം 3 തവണ ശ്വാസം വലിച്ച് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ആ വ്യക്തിയെ മാനിഫെസ്റ്റേഷൻ ചെയ്ത് ആ വ്യക്തിയുടെ എനർജി നിങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂടുതലധികം ഉപകാരം ഉണ്ടാകും. കാരണം ആ ഒരു എനർജി എനിക്കിവിടെ പാസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ കൂടുതലായിട്ടും റീസണേറ്റ് ആവാനും ചാൻസുകളായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാൻ പോകുന്നത്, നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് റിട്ടേൺ തിരിച്ച് വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ വ്യക്തികളുടെ ഓക്കെ, ആ വ്യക്തി നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്, ഏതൊരു എനർജിയാണോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത്, ആ ഒരു വ്യക്തി നിങ്ങൾ ലൈഫിലേക്ക് തിരിച്ച് വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ. ഇപ്പം നിങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷൻ, അത് എന്ത് തന്നെ ആയാലും, ഏത് ഭയങ്കരമായ പ്രശ്നങ്ങളിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും, ഇതിന് മുന്നേയും നിങ്ങൾ ഇതിനേക്കാളും വലിയൊരു സിറ്റുവേഷൻ തരണം ചെയ്താണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആലോചിക്കുക. എന്ത് സിറ്റുവേഷൻ ആയാലും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും, ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ അത് പറയാനുള്ളത്. ഓക്കെ, ഈ ഒരു വ്യക്തി നിങ്ങൾ അടുത്തോട്ട് തിരിച്ച് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ഭയങ്കരമായിട്ടും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങൾ അടുത്തോട്ട് റിട്ടേൺ വരാൻ വേണ്ടി ഓരോ ദിവസം നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഓരോ ദിവസം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള എനർജി വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, കണക്ഷൻസ്. ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ അഗാധമായിട്ട് നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ഹെൽത്ത് ഭയങ്കരമായിട്ട് മോശപ്പെടുന്നു, സൈക്കിക്ക് ഭയങ്കരമായിട്ട് നഷ്ടപ്പെടുന്നു, നിങ്ങളുടെ എന്താ പറയുക ഫീലിങ്സ്, എനർജി, കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ഒരു ടൈം ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു ടൈം കാണിച്ചിരിക്കുന്നത്. എത്ര തന്നെ നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ ഭയങ്കരമായിട്ടും പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് ആ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ച് റിട്ടേൺ പറ്റുക. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന എനർജി, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, നിങ്ങൾ ആരിലാണോ എനർജി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു എനർജി റിട്ടേൺ തിരിച്ച് വാങ്ങാൻ വേണ്ടിയുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരണമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മാക്സിമം എനർജി സേവ് ചെയ്ത് പോസിറ്റീവ് എനർജിയിലോട്ട് കയറി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്ട് ചെയ്യും. എനർജി വേരിയേഷൻ വഴിയാണ് നിങ്ങളുടെ ആൾക്കാർ നിങ്ങളിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. ഏതൊരു സംഭവം, അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്, ഏതൊരു സംഭവം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എനർജി ബേസിലാണ് ഓരോന്നും നമ്മളിലോട്ട് അട്രാക്റ്റഡ് ആവുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയിൽ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ, അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാണ്ട് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയിൽ നിങ്ങൾക്ക് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണമായും നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ച് വരും. എങ്കിൽ പോലും കുറേ അധികം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസേ അല്ല ഇതിൻ്റെ അകത്തുള്ളത്. പ്രോബ്ലംസ്, ഒന്ന് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്, മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, ജോബ് ഇഷ്യൂസ് കാണാൻ പറ്റുന്നുണ്ട്, ആളുടെ ഈഗോയിസ്റ്റിക് കാണാൻ പറ്റുന്നുണ്ട്, സാക്രിഫൈസ് ചെയ്യുന്ന കുറേ സിറ്റുവേഷൻസ് കാണാൻ പറ്റുന്നുണ്ട്, കോളിംഗ് ഇല്ല, അല്ലെങ്കിൽ മെസ്സേജ് ഇല്ല, അങ്ങനത്തെ ഉള്ള കുറേയധികം സംഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ടും കറൻ്റ്ലി ഒരു ജോബിൻ്റെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉണ്ടാകുന്ന കുറേയധികം സിറ്റുവേഷൻസ് കൊണ്ടും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് മാറി നിൽക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം ആൾക്കാരുടെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ സംസാരത്തിൽ ബ്ലോക്കേജ് ഉണ്ടാകുന്നു, കോളിങ്ങിൽ ബ്ലോക്കേജ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റുന്നു. ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ്, 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ഒരു തരം നെഗറ്റീവ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, കുറേ അധികം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, മേ ബി എനിക്ക് തോന്നുന്നത് നെഗറ്റീവ് തിങ്കിങ് ആയിരിക്കാം, അല്ലെങ്കിൽ
നിങ്ങളുടെ തന്നെ പ്രോബ്ലംസ് ആയിരിക്കാം, അവരുടെ പ്രോബ്ലംസ് ആയിരിക്കാം, മേ ബി സിറ്റുവേഷൻസ് ഇങ്ങനെ ആയിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് വന്നതായിരിക്കാം. പക്ഷേ ആ ഒരു വ്യക്തി കുറേ അധികം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് റിട്ടേൺ വരാൻ വേണ്ടിയിട്ട് കുറേ അധികം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ച് വരാനുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ബേസ് ഉണ്ട്. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ, ഒന്ന്, ആഹാരം കഴിക്കുന്നില്ല. കാരണം ഈ വ്യക്തി എന്തിലാണോ കമ്മിറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് അതിലൊരു പ്രോസസ്സ് അല്ലെങ്കിൽ അതിലൊരു പ്രോഗ്രസ് ഉണ്ടായതിന് ശേഷം മാത്രമാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതായത് നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ച് വരണമോ വേണ്ടയോ, അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ഈ വ്യക്തിക്ക് അറിയാൻ പറ്റും. ഒരു പ്ലാനിങ് ഇല്ല. എങ്ങനെ നിങ്ങളുടെ അടുത്തോട്ട് വരണം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളടുത്ത് സംസാരിച്ച് തുടങ്ങണം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളടുത്ത് മിണ്ടി തുടങ്ങണം, ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ ഇപ്പോൾ എന്തായിരിക്കും, നിങ്ങളുടെ മെൻറ്റാലിറ്റി ഇപ്പോൾ എന്തായിരിക്കും എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ, ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലൊരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു വിശ്വാസം അത് എപ്പോഴോ നിലച്ചു പോയി എന്നുള്ള സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ അതേപോലെ തന്നെ മെയിൻലി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് റിട്ടേൺ തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ടെടുത്ത് വയ്ക്കുക. അതായത് നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം നിങ്ങൾ കൂടുതലും കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ടൈം ആവശ്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഈ ഒരു സമയം ഡിവൈൻ തരുന്നത്, അതിലോട്ട് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പൈലാണ്. ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ പൈൽ. അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്ത വ്യക്തികൾ ഈ ഒരു പൈൽ സെലക്ട് അപ്പം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ ആലോചിക്കുക. ഏത് വ്യക്തിയാണോ നിങ്ങൾ രണ്ടാമത്തെ പൈല് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് കുറേ അധികം എനർജീസിന് വരുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ സംതിങ് ബെറ്റർ ഓപ്ഷൻ. നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനിലോട്ട് പോകാൻ ടൈമായി കഴിഞ്ഞു ഐ തിങ്ക്. അല്ലെങ്കിൽ ഡിവൈൻലി നിങ്ങളെ പല റിലേഷൻഷിപ്പിലും കടത്തി വയ്ക്കും. പക്ഷേ നിങ്ങൾക്ക് ചിന്ത എന്ന് പറയുന്നത് നിങ്ങളുടെ പിറകെ അല്ലെങ്കിൽ കുറേ അധികം നിങ്ങൾക്ക് കുറേ ഓഫറുകൾ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ വ്യക്തിയാണ് ഭയങ്കര ഇഷ്ടം. ഒരു റീകൺസിഡർ നിങ്ങളുടെ റിലേഷനുമായിട്ട് ഉണ്ടാവുന്നുണ്ട്. പല തരത്തിലുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയെടുത്ത് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു മാരേജ് കഴിക്കണം, അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾക്ക് കല്യാണം കഴിക്കണം എന്നുണ്ട്, കൂടെ താമസിപ്പിക്കണം എന്നുണ്ട്, ഭയങ്കരമായിട്ടും ഒരു ഇഷ്ടമുണ്ട്. ഇതൊരു കാർമിക് റിലേഷനാണ്. പാസ്റ്റ് ലൈഫിൽ നിന്നും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നൊരു കാർമിക് റിലേഷനാണ്. ഇൻ ദ നിയർ ഫ്യൂച്ചർ, ഈ ഫ്യൂച്ചറിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് റിട്ടേൺ കടന്നു വരും. ഇതിന് ആ വ്യക്തി എന്തൊക്കെ പറഞ്ഞാലും ഈ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ട്. ടെലിപ്പതി അയക്കുന്നുണ്ട്, ടെലിപ്പതി കണക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു റീകൺസിഡർ ഉണ്ടാകാനായിട്ട് 100% ചാൻസ് ഉള്ളവർ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു കാർമിക് സിറ്റുവേഷനാണ്. നിങ്ങൾ വിചാരിച്ച കണക്കിന് പോകുന്ന റിലേഷൻ അല്ല മെയിൻലി. ഇത് കുറേ അധികം ആൾക്കാർക്ക് സംതിങ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനിലോട്ട് പോവാം എന്നാണ് ഡിവൈൻ പറയുന്നത്. ചില ആൾക്കാർക്ക് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സിനുള്ളിൽ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് റിട്ടേൺ വരും. അതിനേക്കാളും ബെറ്ററായിട്ട് തിരിച്ചു വരും.
കുറേ അധികം ആൾക്കാർക്ക് റീകൺസിഡർ സംഭവിച്ച് ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ തിരിച്ചു വരാൻ കുറേ അധികം ആൾക്കാർക്ക് ചാൻസ് ഇവർ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ച് റിട്ടേൺ വരും എന്നാണ് കാണിച്ചേക്കുന്നത്. ഇതൊരു കാർമിക് സിറ്റുവേഷനാണ്. കുറേ പ്രശ്നങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാം. ഫിനാൻഷ്യലി വരും, മെറ്റീരിയൽ ലൈഫിൽ വരും, ചിന്തകൾ കൊണ്ടുവരും, സൈക്കിക് ആയിട്ടുള്ളൊരു അറ്റാക്ക് നിങ്ങൾക്ക് കുറേ അധികം സിറ്റുവേഷൻസിലുണ്ടാവും. കാരണം ഇത് പോവേണ്ട പാത്ത് മുന്നേ വിധി എന്ന് പറയുന്നത് മുന്നേ എഴുതി വെച്ചൊരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഇതിങ്ങനെ തന്നെ പോവുള്ളൂ. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ആ ഒരു ഡിവൈൻ കണക്ഷൻ വഴി പോകുന്നൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അതങ്ങനെ തന്നെ നടക്കുള്ളൂ എന്നാണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ മെറ്റീരിയൽ സ്പിരിച്വൽ പ്രോസ്പെരിറ്റി നിങ്ങൾക്കുണ്ടാവും, ആ വ്യക്തിക്കുണ്ടാവും. ബെനിഫിറ്റുകൾ അതൊക്കെയാണ്. നിങ്ങൾക്കൊരു എനർജി ഉണ്ടാവും, എനർജി വേരിയേഷൻസ് നിങ്ങൾക്ക് കൂടുതലും ഉണ്ടാവുന്ന ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം ആഗ്രഹങ്ങൾ, കുറേയധികം ചിന്താഗതികൾ, കുറേയധികം അനുഭവങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ റിലേഷൻഷിപ്പിൽ മെയിൻലി കാണാൻ പറ്റുന്നത്. ഇതൊരു ജനറൽ, അതായത് ഒരു കുറേയധികം എനർജീസ് ഇവിടെ കിട്ടുന്നുണ്ട്, എനിക്കിവിടെ പമ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് ഇങ്ങനെയാണ് തന്നെ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ഓക്കെ, ബൈ. ഈ വീഡിയോ കണ്ട എല്ലാ സോൾസിനും എൻ്റെ പേരിലും, എൻ്റെ ഡിവൈൻ്റെ, എൻ്റെ എനർജിയുടെ, എൻ്റെ സോളിൻ്റെ പേരിലും നന്ദി. താങ്ക് യു.